Today we discuss the classification of transducers based on the application. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷന് ബേസ്ഡ് നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സിനെ പലതായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് കോണ്ടാക്ട് ടൈപ്പ്, ഡ്യുവൽ എലമെൻറ്റ് ടൈപ്പ്, ആംഗിൾ ബീം, ഡിലേ ലൈൻ, പ്രൊട്ടക്റ്റഡ് ഫേസ്, ഇമേർഷൻ ട്രാൻസ്ഡ്യൂസർ, ഹൈ ഫ്രീക്വൻസി ഫേസ്ഡ് അറേ, ഫോക്കസ്ഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഫീൽഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതിൽ കുറച്ചാണ് നമ്മൾ കാണാൻ പോവുക. അപ്പോൾ ആദ്യം കോണ്ടാക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇവിടെ നമുക്ക് they are used for direct contact inspection. Directly ഏതാണോ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യേണ്ട ആ സ്പെസിമെനോ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുത്തിക്കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നു. എ കോണ്ടാക്ട് ട്രാൻസ്ഡ്യൂസർ ഈസ് എ സിംഗിൾ എലമെൻറ്റ് ട്രാൻസ്ഡ്യൂസർ, യൂഷ്വലി എ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ഫോർ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് എ ടെസ്റ്റ് സ്പെസിമെൻ. നമ്മൾ ടെസ്റ്റ് സ്പെസിമെനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുത്തിക്കൊണ്ട് സൗണ്ട് വേവ്സ് ആ മെറ്റീരിയലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. Then this transducer is designed for general purpose manual ultrasonic inspection where test materials are relatively flat and smooth. അപ്പോൾ ഫ്ലാറ്റും സ്മൂത്തും ആയിട്ടുള്ള സർഫസിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുത്തിക്കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നു. കോണ്ടാക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊവൈഡ് ഹൈ സെൻസിറ്റിവിറ്റി ഫോർ ബെറ്റർ പെനട്രേഷൻ ആൻഡ് ആർ റഗ്ഡ് കൺസ്ട്രക്റ്റഡ് ഫോർ എക്സ്റ്റൻഡഡ് സർഫേസ് ലൈഫ്. അപ്പോൾ ഈ കോണ്ടാക്ട് ട്രാൻസ്ഡ്യൂസേഴ്സിന് ഹൈ സെൻസിറ്റിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആ കോണ്ടാക്ട് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും. കാരണം ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ വിയർ ആൻഡ് ടിയർ ഒഴിവാക്കാൻ. ദെൻ ഹിയർ യു യൂസ് എ കപ്ലിംഗ് മെറ്റീരിയൽ ഓഫ് വാട്ടർ, ഗ്രീസ്, ഓയിൽ ഓർ അതർ കൊമേഴ്ഷ്യൽ മെറ്റീരിയൽസ്. ദെൻ നെക്സ്റ്റ് ആണ് ഡ്യുവൽ എലമെൻറ്റ് ട്രാൻസ്ഡ്യൂസർ. ഡ്യുവൽ എലമെൻറ്റ് ട്രാൻസ്ഡ്യൂസർ ഈ കാണുന്ന രീതിയിൽ രണ്ട് പാർട്ടായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റും മറ്റൊന്ന് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റ് ഉണ്ടാവും. രണ്ടും ഒരേ ക്യാബിൻ പാർട്ടിനകത്തിരിക്കുന്നു. ദെൻ ഒരു ട്രാൻസ്ഡ്യൂസർ സൗണ്ട് വേവിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ ഒരു ട്രാൻസ്ഡ്യൂസർ റിസീവർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്നു. A dual element transducer consists of two longitudinal wave crystal elements. One acts as a transmitter and the other one acts as a receiver, housed in the same housing and isolated from each other by an acoustic barrier. അപ്പോൾ ഇത് രണ്ടും ഇരിക്കുന്നത് ഒരേ കമ്പാർട്ട്മെൻറ്റിലാണ്, ബട്ട് ഇതിനിടയ്ക്കൊരു അക്കോസ്റ്റിക് ബാരിയർ ഉണ്ട്. Then dual element transducer is very useful when making thickness measurement of thin materials and when inspecting for near surface defects. Then അടുത്താണ് ആംഗിൾ ബീം. അപ്പോൾ അത് നമുക്കൊരു പർട്ടിക്കുലർ ആംഗിൾ ഇൻക്ലൈൻ ചെയ്ത് സൗണ്ട് വേവിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ആംഗിൾ ബീം ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമുക്ക് സ്പെസിമെനിലൂടെ സൗണ്ട് വേവിനെ കടത്തിവിടാൻ വേണ്ടിയാണ് നമ്മൾ ആംഗിൾ ബീം ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുക. ആംഗിൾ ബീം ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ സിംഗിൾ ഓർ ഡ്യുവൽ എലമെൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്. നേരത്തെ കണ്ട പോലെ ഡ്യുവൽ എലമെൻ്റ് ആകാം, അതല്ല എങ്കിൽ സിംഗിൾ എലമെൻ്റ് ആകാം. മീൻസ് ഒരൊറ്റ ട്രാൻസ്ഡ്യൂസർ തന്നെ റിസീവറും ട്രാൻസ്മിറ്ററുമായിട്ട് വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡ്യുവൽ എലമെൻറ്റ് പോലെ ഒരേ ക്യാബിനിൽ തന്നെ ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉണ്ടാകാം. Angle beam transducers are single or dual element transducers used with wedge to introduce longitudinal or shear wave into the part at a selected angle. അപ്പോൾ ഈ കാണുന്ന ഒരു വെഡ്ജ് രീതിയിലൊരു ഷേപ്പിലായിരിക്കും അത് പീസോ ഇലക്ട്രിക് എലമെൻറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതായത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ സൗണ്ട് വേവ്സ് സപ്ലൈ ചെയ്യുന്നു. Angle beam transducer allows inspection in areas of a part that cannot be accessed by the ultrasonic path of a normal incidence contact transducer. അതായത് ചിലപ്പോൾ ചില കേസിൽ വെൽഡിങ്ങിൻ്റെയൊക്കെ ആയിരിക്കും നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ബീം കൊണ്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഇങ്ങനെയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ബ്ലോക്കിൽ ഈ ഒരു രീതിയിലാണ് ക്രാക്കെങ്കിൽ നമുക്ക് നോർമൽ ബീമും കൊണ്ട് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടൊരു ബീം കൊടുക്കുകയാണ് എങ്കിൽ
നമുക്ക് ആ ഒരു ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കേസിലാണ് ആംഗിൾ ബീമിൻ്റെ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ഉപയോഗം വരിക. Okay, then a common application of angle beam transducer is in welding inspection. ഞാൻ നേരത്തെ പറഞ്ഞു വെൽഡിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. ഉദാഹരണം, ഇതൊരു ബ്ലോക്കാണ്, ആ ബ്ലോക്കിൽ ഈ ഒരു പോർഷനിലാണ് നമ്മൾ വെൽഡ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ ഇതാണ് വെൽഡ് എന്ന് കരുതുക, ഈ കാണുന്നതാണ് വെൽഡ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ വെൽഡിൻ്റെ നമുക്ക് ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനൊരു ആംഗിൾ ബീം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. Weld inspections are performed using shear waves refracted from a longitudinal wave by means of a wedge. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ലോങ്ങിറ്റ്യൂഡിനായിട്ട് വേവ്സ് കൊടുക്കുന്നു, ആ വേവ്സ് റിഫ്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലോങ്ങിറ്റ്യൂഡിലും ഷിയർ വേവ്സും ആവും നമ്മൾ പഠിച്ചു. അതിൽ ഷിയർ വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് വെൽഡ് ഇൻസ്പെക്ഷൻസ് ഒക്കെ ചെയ്യുക. അടുത്താണ് ഇമ്മേർഷൻ ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഈ കാണുന്ന രീതിയിൽ നമുക്കൊരു ടാങ്ക് ഉണ്ടാകും, ആ ടാങ്കിനകത്ത് വാട്ടർ ഉണ്ടാകും. ഈ വാട്ടർ ഒരു കപ്ലൻ്റ് അറ്റാക്ട് ചെയ്യും. ദെൻ ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ. ആ സ്പെസിമെൻ വാട്ടറിൽ ഇമ്മേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഡ്യൂസറുണ്ട്, ഈ ട്രാൻസ്ഡ്യൂസറും വാട്ടറിനകത്ത് ഇമ്മേഴ്സ്ഡ് ആയിരിക്കും. അപ്പോൾ സ്പെസിമെനും ട്രാൻസ്ഡ്യൂസറിനും ഇടയ്ക്ക് ഉള്ളത് വാട്ടറാണ്, അത് കപ്ലൻ്റ് അറ്റാക്ട് ചെയ്യും. ഇത്തരത്തിൽ സ്പെസിമെനും ട്രാൻസ്ഡ്യൂസറും ഇമ്മേഴ്സ് ആക്കി വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇമ്മേർഷൻ ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ. ഇമ്മേഴ്ഷൻ ട്രാൻസ്ഡ്യൂസർ ഈസ് എ സിംഗിൾ എലമെൻറ്റ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ട്രാൻസ്ഡ്യൂസർ ഹൂസ് വിയർ ഫേസ് ഈസ് ഇംപഡൻസ് മാച്ച് ടു വാട്ടർ. ഇപ്പോൾ ഈ രീതിയിൽ ഇതൊരു വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്. Okay, immersion transducers have sealed cases allowing them to be completely submerged underwater when used with a waterproof cable. അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു ട്രാൻസ്ഡ്യൂസറിലേക്ക് ഇലക്ട്രിക് സപ്ലൈ കൊടുക്കണം, അതുകൊണ്ട് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു സപ്ലൈ ആയിരിക്കും ഈ ഒരു ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുക്കുക. ബട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഈ ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയായിരിക്കും. Then high frequency transducers, they are available in frequencies from 20 MHz to 225 MHz. അപ്പോൾ നമുക്ക് ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യേണ്ട കേസ് എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റിവിറ്റി ലെവൽ കൂട്ടാൻ വേണ്ടിയാണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഡ്യൂസേഴ്സ് ആവശ്യം വരിക, വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കുകളൊക്കെ കണ്ടെത്തുന്ന കേസുകൾ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ഹൈ ഫ്രീക്വൻസി റേഞ്ച് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിരിക്കണം. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ 20 MHz to 225 MHz ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ട്രാൻസ്ഡ്യൂസറിനെയാണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുക. ഹൈ ഫ്രീക്വൻസി ഫോക്കസ്ഡ് ഇമ്മേർഷൻ ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ ഐഡിയൽ ഫോർ ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് ആൻഡ് ഫ്ലോ ഡിറ്റക്ഷൻ ആപ്ലിക്കേഷൻ ഓൺ തിൻ ലോ അറ്റന്വേഷൻ മെറ്റീരിയൽസ് സച്ച് എസ് സിലിക്കൺ ബേസ്ഡ് കോമ്പോസിറ്റ്സ്. ദെൻ അടുത്തതാണ് ഫേസ്ഡ് അറേ ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇവിടെ നമുക്ക് ഒരു ട്രാൻസ്ഡ്യൂസർ അല്ല ഉള്ളത്, ഒരുപാട് ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഒരു അറേ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഓരോ ട്രാൻസ്ഡ്യൂസറിലേക്കും ഇലക്ട്രിക് പൾസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. അതായത് ഇതിലൊരു സമയം വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് പൾസ് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഇതിൽ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഇതിൽ കൊടുക്കുന്നു. അതും അല്ലെങ്കിൽ ഈ കാണുന്ന എല്ലാ ട്രാൻസ്ഡ്യൂസറിലേക്കും ഒരേ സമയം പൾസ് കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സെലക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ഫേസ്ഡ് അറേ ട്രാൻസ്ഡ്യൂസർ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻ അറേ ഈസ് ആൻ ഓർഗനൈസ്ഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ആൻഡ് ഓഫ് ഒബ്ജക്റ്റ്. നമുക്കറിയാം, ഒരു അറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒബ്ജക്റ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ആൻ അൾട്രാസോണിക് അറേ ഫോർ NDT വുഡ് ബി എ സീരീസ് ഓഫ് സെവറൽ സിംഗിൾ എലമെൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ സച്ച് എ മാനർ ടു ഇൻക്രീസ് ഇൻസ്പെക്ഷൻ കവറേജ്. അതായത് നമുക്ക് ഒരു വലിയ ലാർജ് പ്ലേറ്റ് അതാണ് നമുക്ക് ഇൻസ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഒരു കേസിൽ നമുക്ക് ഒരൊറ്റ സിംഗിൾ എലമെൻ്റ് ആയിട്ട് ട്രാൻസ്ഡ്യൂസറും കൊണ്ട് നടക്കില്ല. അപ്പോൾ ആ ഒരു കേസിൽ ഒരുപാട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഒരു അറേ ഉണ്ട് എങ്കിൽ ഈ എല്ലാ ട്രാൻസ്ഡ്യൂസറിനെയും നമ്മൾ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വലിയ ഏരിയ സ്കാൻ ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ
ഈ ഫേസ്ഡ് അറേ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അത് ഒരു കേസ്. അതുപോലെ തന്നെ ഈ ഓരോ ട്രാൻസ്ഡ്യൂസറിനെ നമുക്ക് ഒരു സമയം ഒരു ട്രാൻസ്ഡ്യൂസർ ആക്ടിവേറ്റ് ആക്കി, എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയതിനു ശേഷം ഇത് ആക്ടിവേറ്റ് ആകുന്നു, അല്ലെങ്കിൽ ഇത് സൗണ്ട് ജനറേറ്റ് ചെയ്തതിനു ശേഷം ഇത് സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നു, ദെൻ ഇത് സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ അതിനും ഈ ഫേസ്ഡ് അറേ ടൈപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തതാണ് ഫോക്കസ്ഡ് ട്രാൻസ്ഡ്യൂസർ. ഫോക്കസ്ഡ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പം ഫോക്കസിങ് സൗണ്ട് എനർജി ഈസ് അക്കംപ്ലിഷ്ഡ് വിത്ത് യൂസ് ഓഫ് ലെൻസസ്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് എനർജീനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. 3 methods used to focusing the beam are shaping the actual transducer element. അപ്പം ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റ് അല്ലെങ്കിൽ ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ ഷേപ്പ് ചെയ്തുകൊണ്ട് സൗണ്ട് എനർജി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നു. അല്ലെങ്കിൽ അറ്റാച്ചിങ് എ കോൺകേവ് ലെൻസ് ടു ദ ട്രാൻസ്ഡ്യൂസർ ഫേസ്. അപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫേസിൽ ഒരു കോൺകേവ് ലെൻസ് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നു. ദെൻ ഇൻസേർട്ടിങ് എ ബൈകോൺവെക്സ് ലെൻസ് ഇൻ ടു ദ പാത്ത് ഓഫ് ദ സൗണ്ട് എനർജി. അല്ലെങ്കിൽ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഡ്യൂസർ സൗണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ ആ സൗണ്ട് പോകുന്ന ആ പാത്തിൽ ഒരു ഫോക്കസിങ് ലെൻസ് വെച്ചുകൊണ്ട് ഈ സൗണ്ട് എനർജീനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഫോക്കസ്ഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഈ കാണുന്ന രീതിയിൽ ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. ട്രാൻസ്ഡ്യൂസർ സൗണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ലെൻസ് ആ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫേസിൽ വെച്ചുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് സൗണ്ടിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത് 3 രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. Then the sound energy can be focused so that it concentrates the energy at a particular depth or area within the test space. അപ്പോൾ നമുക്കങ്ങനെ ഒരു സൗണ്ട് എനർജീനെ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്പേസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. ദെൻ വീൽ ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ്, അതാണ് ഈ കാണുന്ന രീതിയിൽ ഒരു വീലുണ്ട്. ആ വീലിൽ നമ്മൾ ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റ്സ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. വീൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ഈസ് അനദർ വേരിയേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ യൂസ്ഡ് ആസ് ഇമ്മേഷൻ ടെസ്റ്റിംഗ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ നമുക്ക് ഇവിടെ കപ്ലൻ്റ് ഉണ്ട്. നമുക്ക് ഇതാണ് ഒരു ആക്സിൽ. നമുക്ക് ഈ ആക്സിൽ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഇതാണെന്ന ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഒരു വീലിൽ ട്രാൻസ്ഡ്യൂസർ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ കാണുന്ന രീതിയിൽ വീലിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. ദെൻ നമുക്ക് ഒരു കപ്ലൻ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ കേസിങ്. ദെൻ ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആക്സിൽ. അപ്പോൾ ഈ ആക്സിലും അതുപോലെ തന്നെ ഈ വീൽ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആക്സിലിൽ ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ഹോൾഡർ വിത്തിൻ എ സീൽഡ് wheel that have been filled with fluid. The fluid can be water, thin oil or other suitable materials. The transducer can be placed at a strategic angle within the wheel so as to provide the desired refracted test angles. അപ്പോൾ ഇനി നമുക്ക് ഈ രീതിയിൽ നമുക്ക് ട്രാൻസ്ഡ്യൂസറിനെ ഒരു വീലിൽ ഘടിപ്പിച്ചു. ആ വീല് നമ്മൾ ഈ കാണുന്ന ഒരു ആക്സിലേക്ക് ബന്ധിപ്പിച്ചു. ദെൻ അതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ ടെക്നിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.